ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉപ്പുംപുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പൊന്നാങ്കണ്ണി എന്ന് പറയുന്ന ചീരയും കൊണ്ടുള്ള ഒരു തോരനാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ചീരയൊക്കെ ഞാൻ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 സവോള, 2 പച്ചമുളക്, ഒരു 1/4 കപ്പ് തേങ്ങ. ഇതിൽ വേണമെങ്കിൽ വെളുത്തുള്ളി ചേർക്കാം. പല വിധത്തിലും ഇത് വയ്ക്കാം. ഇപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. തേങ്ങയൊക്കെ ഒതുക്കിയെടുത്തും ഇതുണ്ടാക്കാവുന്നതാണ്. ഇനി സവോളയും പച്ചമുളകും ഒക്കെ ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കണം. അടുപ്പത്തേക്ക് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ ഓയിലോ വെളിച്ചെണ്ണ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടി വരട്ടെ. കടുക് പൊട്ടിക്കഴിയുമ്പോൾ സവോളയും പച്ചമുളകും അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതും അതിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചെറുതായിട്ടൊന്ന് ചുമന്ന് വരട്ടെ. നന്നായിട്ട് മൂത്ത് പോകാൻ പാടില്ല. ചെറുതായിട്ട് ചുമന്ന് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ചുമന്നിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കാം. ഇനി അതിലേക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ഒരു 30 സെക്കൻഡ് അതിലിട്ടൊന്ന് വഴറ്റാം. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് മൂടി വയ്ക്കുക. ഒരു 5 മിനിറ്റ് സിമ്മിൽ വെച്ച് വേവിക്കുക. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ തുറന്ന് നോക്കുന്നുണ്ട്. ഒന്ന് ഇളക്കിയിടുന്നുണ്ട്. ഇനി കുറച്ചും കൂടെ വേകാനുണ്ട്. ഉപ്പുണ്ടോ നോക്കുക. ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം ഒന്നും കൂടെ കൂട്ടി വെച്ചതിന് ശേഷം 2 മിനിറ്റും കൂടെ വേവിച്ചെടുക്കുക. രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കുന്നുണ്ട്. അത് ഏകദേശം വെന്തിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് കൂട്ടി ഇളക്കി. വെള്ളം ഉണ്ടെങ്കിൽ ഒരു 2 മിനിറ്റും കൂടെ തുറന്ന് വെച്ച് വേവിക്കുക. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പ് നോക്കുക. ഇപ്പോൾ നമ്മുടെ പൊന്നാങ്കണ്ണി ചീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. താങ്ക് യു.